നേതാക്കളൊക്കെ എത്തിയിരിക്കുന്നു. മോൻസ് ജോസഫ് MLA ഉണ്ട്. MLA എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? അല്ല, ഇതിപ്പം ഗൗരവമുള്ള ഒരു സാഹചര്യങ്ങളാണ് ഇവിടെ നോക്കിയപ്പോൾ നമ്മൾ കാണുന്നത്. മെഡിക്കൽ കോളേജിലെ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കെട്ടിടം തന്നെയാണ് ഇടിഞ്ഞു വീണിരിക്കുന്നത്. ടോയ്ലറ്റ് ബ്ലോക്കെല്ലാം മേളിൽ ആളുകൾ ഉപയോഗിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു ഡോക്ടർ സംസാരിച്ചപ്പോഴും പറയുന്നുണ്ട് അത് ഉപയോഗിക്കുന്ന ഭാഗമാണ് എന്ന് തന്നെയാണ് പറയുന്നത്. ഉപയോഗിക്കുന്ന ഭാഗമാണെന്ന് നമ്മളിപ്പോൾ നോക്കുമ്പോൾ ബക്കറ്റ്, മറ്റു സാധനങ്ങൾ, വീൽ ചെയർ ഇതെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ അത് തന്നെയല്ല, ഈ ആളുകൾ ഇപ്പോൾ അപകടത്തിൽപ്പെട്ടവരും അതിനകത്ത് ഉണ്ടായിരുന്നവരാണ്. അതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്ന കെട്ടിടമാണ് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ അതിൻ്റെ ഇപ്പോൾ കാലപ്പഴക്കം കൊണ്ട് ജീർണാവസ്ഥയിൽ നിൽക്കുന്ന ഒരു കെട്ടിടമായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കാൻ അനുവദിക്കുകയും ഇത്ര നാളായിട്ട് ഇതെല്ലാം പൊളിച്ചു മാറ്റാതിരിക്കുകയും അല്ലെങ്കിൽ തുടർന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തതൊക്കെ ഗുരുതരമായ അനാസ്ഥയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഈ സംഭവത്തെക്കുറിച്ച് വിശദമായ ഒരു അന്വേഷണവും പരിശോധനയും ആവശ്യമാണ്. മോൻസ് ജോസഫ് MLA ആണ് അഭിലാഷ പ്രതികരിച്ചത്. എന്തായാലും ഈ സാഹചര്യത്തെ വളരെ അതിഗുരുതരമായ സാഹചര്യം എന്ന് തന്നെയാണ് ഇവിടെ എത്തിയ ജനപ്രതിനിധികൾ. നോക്കൂ, ഇതിൽ ഏതെങ്കിലും ഒരാൾക്ക് പരിക്ക് പറ്റിയിട്ടില്ല, അതായത് ചെറിയ പരിക്കിലേക്ക് ഒതുങ്ങി എന്നുള്ളത് വിശദീകരിക്കുമ്പോഴും അതിനപ്പുറത്തേക്കൊരു ദുരന്തമുണ്ടാകാത്തത് വലിയൊരു ആശ്വാസം തന്നെയാണ് എന്ന് തീർത്ത് തന്നെ പറയേണ്ടി വരും. കാരണം ഇതിൽ പെട്ടാൽ സ്വാഭാവികമായും ഗുരുതരമായ സാഹചര്യങ്ങളിലേക്ക് പോകേണ്ട ഒരു അപകടം തന്നെയാണ് ഫലത്തിൽ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ആ ഡോക്ടർ ചൂണ്ടിക്കാണിച്ചത് തന്നെ എടുത്താൽ ഇതിൽ ഈ ബാത്റൂമുകൾ ഉപയോഗിച്ചില്ല. ഫലത്തിൽ അങ്ങനെയാണ് എങ്കിൽ അതൊരു ആശ്വാസമായി തന്നെ മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഇവിടെ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് ഉണ്ട്. സർ, ഇത് പൊളിച്ചു മാറ്റാൻ ഒരു സമയം എടുക്കുമായിരിക്കും അല്ലേ? ഇത് പെട്ടെന്ന് PWD എഞ്ചിനീയേഴ്സിൻ്റെ ഒപ്പീനിയനോട് കൂടിയിട്ട് ഡിസ്ട്രിക്ട് ഫയർ ഓഫീസറാണ് ഇത് ചെയ്യാനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള യന്ത്ര സംവിധാനങ്ങൾ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഇത് അല്ലാതെ പെട്ടെന്ന് പൊളിച്ചു മാറ്റിയാൽ മുകളിൽ നിന്ന് ഇടിഞ്ഞു വീഴാനുള്ള സാധ്യത ഉണ്ടാവുമായിരിക്കും. അങ്ങനെയാണ് എഞ്ചിനീയേഴ്സിൻ്റെ ഒപ്പീനിയൻ. അതുകൊണ്ട് അവരുടെ ഒപ്പീനിയന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. നിലവിൽ ആരും ഉള്ളിൽ പെട്ടതായിട്ടുള്ള വിവരം നമുക്ക് എന്തായാലും ഇല്ലല്ലോ. ഇല്ല, 3 പേരാണ് മുകളിലുണ്ടായിരുന്ന അപകട സമയത്ത്. അവരെ 3 പേരെ രക്ഷപ്പെടുത്തിയതായിട്ടാണ് ഇൻഫർമേഷൻ. വേറെ ആരും ഇല്ല എന്ന് തന്നെയാണ് എല്ലാവരുടെയും അനുമാനം. ഈ ബാത്റൂമിൽ ഉണ്ടായിരുന്നവരാണ് അല്ലേ? അതെ, 2ാം നിലയിലെ ശുചിമുറിയിലുണ്ടായിരുന്നു. ഷാഹുൽ ഹമീദ്, അദ്ദേഹം ജില്ലാ പോലീസ് മേധാവിയാണ്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് തീർച്ചയായും ഇതിൽ എഞ്ചിനീയർമാരുടെയൊക്കെ കൂടി PWD എഞ്ചിനീയർമാരുടെയൊക്കെ കൂടി അഭിപ്രായം മനസ്സിലാക്കിയ ശേഷമാണ് ഇതിലൊരു തുടർ നടപടി. ഫയർഫോഴ്സാണ് അതിൽ തുടർ നടപടികൾ സ്വീകരിക്കുക. നമുക്ക് ഇവിടെ അല്പം മുകളിലുള്ള നിലയിലായി 2ാം നിലയുടെ മുകളിലൊക്കെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇതിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും അഭിലാഷ, വളരെ ഒരു ദുരന്തം, വലിയൊരു ദുരന്തം, അത് ഒരു തലനാരിഴയ്ക്ക് വളരെ ചെറിയൊരു ദുരന്തമായി ഫലത്തിൽ മാറി എന്നും തീർച്ചയായും അതാണല്ലോ ശ്രീജിത്ത്. ആ നിലയിൽ വലിയ ആശ്വസിക്കാവുന്ന സാഹചര്യം തന്നെയാണ്. അതല്ല എങ്കിൽ മാത്രവുമല്ല, ഇത് ഉപയോഗിക്കാത്ത കെട്ടിടമാണ് എന്ന് പറയുമ്പോൾ പോലും ഇത് ഒരേ ബിൽഡിങ്ങിന്റെ തന്നെ ഭാഗമായിട്ടുണ്ടായിരുന്ന ബാത്റൂമുകൾ അല്ലേ ഈ പറയുന്നത് പോലെ 2ാമത്തെ നിലയിലെ ബാത്റൂമുകൾ ഉപയോഗിച്ചിരുന്നു. അവിടെ ഉണ്ടായിരുന്നവരാണ് രക്ഷപ്പെട്ടത് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഈ ഇടിഞ്ഞു വീണതിൻ്റെ ആഘാതം, ഇതിപ്പോൾ ഈ സ്ട്രക്ചറിൽ ആണ് ഇടിഞ്ഞു വീണ് എന്നതുകൊണ്ടും ഒരുപക്ഷെ കുറച്ചുകൂടി വലിയ ആഘാതത്തോടെയാണ് ഇത് ഇടിഞ്ഞു വീണത് എങ്കിലൊക്കെ വലിയ അപകടത്തിനുണ്ടായിരുന്ന സാധ്യത തന്നെയല്ലേ കാണുന്നത് ശ്രീജിത്ത്? തീർച്ചയായും വലിയൊരു അപകട സാധ്യത ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൽ രണ്ടാമതൊരു തർക്കത്തിൻ്റെ ഒരു സാധ്യതയുമില്ല എന്നത് തന്നെയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇതിൽ ചില വീഴ്ചകൾ വന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതായത് ഇത് ഒഴിക്കാൻ ഇനി നിർദ്ദേശിക്കപ്പെട്ട കെട്ടിടമാണെങ്കിൽ പോലും അത് ഒഴിച്ചു മാറിയിട്ടില്ല എങ്കിൽ അത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഇവിടെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. 3 പേരായിരുന്നു ഇതിലുണ്ടായിരുന്നത്. 2 പേർക്ക് പരിക്ക് പറ്റി എന്നുള്ളതാണ് നിലവിൽ ഔദ്യോഗികമായി നമുക്ക് സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ഇവിടെ ഒരുപാട് നേതാക്കളുണ്ട്. പ്രിൻസ് ലൂക്കോസ് എനിക്കൊപ്പം ചേരുന്നുണ്ട്. ഇതൊരു വലിയ വീഴ്ചയായിട്ട് തന്നെ ആയിരിക്കും അല്ലേ നിങ്ങൾ കാണുന്നത്? തീർച്ചയായും വലിയ വീഴ്ചയാണ്. ഇപ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഈ സംഭവം നടന്നിട്ട് 2 മണിക്കൂറാകുകയാണ്. 2 മണിക്കൂർ ഈ ശുചിമുറി ഇടിഞ്ഞ് വീണിട്ട് ഇതിൽ ആളുണ്ടോ എന്നോ ആൾ പെട്ടിട്ടുണ്ടോ എന്ന സംശയം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇതുവരെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല. ആംബുലൻസ് വരാൻ പറ്റുന്നില്ല, ഫയർഫോഴ്സ് ഇതിനകത്ത് കയറാൻ പറ്റുന്നില്ല, JCB വരാൻ പറ്റുന്നില്ല. ഇവിടെ എല്ലാവരും കാഴ്ചക്കാരെ നിൽക്കുകയാണ്.
വളരെ ദുഃഖകരമായ ഒരു അത് ഈ കെട്ടിടത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചുറ്റിലും ഇങ്ങനെ ഒരു സംവിധാനം, ഇങ്ങനെ ഒരു കെട്ടിടം ആയതുകൊണ്ടല്ലേ, ആംബുലൻസിനോ അല്ലെങ്കിൽ അതിപ്പോ ഉണ്ടായ ഒരു സംഭവം അല്ലല്ലോ. എങ്കിൽ കൂടി ഈ സംഭവം ഉണ്ടായിട്ട് ഇതിന്റെ ഒരു കാര്യം പറയാം, ഈ പഴയ കെട്ടിടങ്ങളുടെ ബലക്ഷേപമൊക്കെ പരിശോധിക്കാൻ ഇവിടെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് അതിന്റെ കൊണ്ട് അതൊന്നും നിർവഹിക്കപ്പെട്ടില്ല. പല വീഴ്ചകളുണ്ട്. വീഴ്ചകളുടെ പുറത്ത് വീഴ്ചകളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് വീഴ്ചകൾ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ആ വീഴ്ചയുടെ ഒരു ദുരന്തമുഖമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇനിയും ഈ കെട്ടിടത്തിന്റെ എല്ലാം അവസ്ഥ പരിശോധിക്കാൻ അധികാരികൾ തുനിയുകയും ദുരന്തം ഒഴിവാക്കാനുള്ള നടപടികൾ ഈ പശ്ചാത്തലത്തിൽ ഉണ്ടാവണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്.